കൊല്ലം അരിപ്പ സമരഭൂമിയിലെ ഭൂരഹിതർക്ക് കഴിഞ്ഞ സർക്കാരിന്റെ അവസാന കാലത്ത് നൽകിയ പട്ടയത്തെ ചൊല്ലി വനം റവന്യൂ വകുപ്പുകൾ തമ്മിൽ തർക്കം. വിതരണം ചെയ്തത് വനഭൂമിയാണ് എന്നും വകുപ്പിന്റെ അനുമതി ഇല്ലാതെയാണ് പട്ടയം വിതരണം ചെയ്തത് എന്നുമാണ് വനം വകുപ്പിന്റെ നിലപാട്. ഇതോടെ പട്ടയം ലഭിച്ച ഭൂമിയിലെ മരം മുറിക്കാനോ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനോ സാധിക്കാത്ത അവസ്ഥയിലാണ് അവിടുത്തെ ജനങ്ങൾ. മാതൃഭൂമി ന്യൂസ് അന്വേഷണം. ഈ കുടിലിനകത്താണ് എൻ്റെ ജീവിതം. ഇതിനകത്ത് ഞാൻ ഭർത്താവ് മരിച്ചു. ഇവിടെ നഗരം ഞാൻ കൊണ്ടുപോകുന്നത് ഈ രീതി കിടക്കുന്നു. എനിക്കൊരു വീട് പട്ടയം വരെ ഇല്ലാതാക്കിയില്ലേ സാറേ? അതെന്തിന് സാറേ ഞങ്ങളോട് ഇങ്ങനെ കാണിക്കുന്നു? ഇപ്പോഴാണോ അറിയുന്നത് ഗവൺമെൻറ് വനഭൂമിയാണെന്ന്? അന്ന് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് പറയാഞ്ഞു? ഞങ്ങൾ കയറിയപ്പം പറയണ്ടായിരുന്നു ഇത് വനഭൂമി ഇവിടെ പറ്റത്തില്ലെന്ന്. ഒന്നിനും ഒരു നിവൃത്തിയില്ലാതെ എനിക്കൊരു പെൻഷനില്ല, ഒരു റേഷൻ കാർഡില്ല, ഇതൊന്നുമില്ലാതെ ഞാൻ എങ്ങനെ കഴിയും സാറ്? എനിക്കിതൊന്ന് വെക്കാനും വരും, ഒരു ഷീറ്റ് വാങ്ങിച്ചു തരാനും ഇവരെ കൊണ്ട് പറ്റുന്നില്ലല്ലോ. കാത്തിരുന്നു കിട്ടിയ ഭൂമിയാണ്. പട്ടയഭൂമിയിൽ കിടപ്പാട നിർമ്മിക്കാമെന്ന് പ്രതീക്ഷിച്ചു. പക്ഷേ കിട്ടിയ ഭൂമി തിരികെ കൊടുക്കേണ്ടി വരുമോ? അങ്ങനെ വന്നാൽ ഈ പാവങ്ങൾ എന്തു ചെയ്യും? ഞങ്ങൾ ആദിവാസികളെ ഞങ്ങളെ ഇങ്ങനെ ഓരോരുത്തർത്തും കയറ്റി വിട്ട് അവസാന നിമിഷം ഞങ്ങൾക്ക് ഇവിടെ വന്ന് ഇവിടെ എങ്ങനെ കിട്ടി? 14 വർഷം കിടന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് എൻ്റെ കുഞ്ഞുങ്ങളെ കൊണ്ട് വന്ന് ഒരന്തി കിടക്കാമെന്ന് വിചാരിച്ചു. മനം ആപ്പെട്ട് പട്ടയം കിട്ടിയപ്പോൾ കിട്ടാറായപ്പോൾ ഇവർ പട്ടയം റദ്ദാക്കുന്നൊന്നും തരികയില്ല. ഞാൻ ഒരിക്കലും ആയിരിക്കും തെണ്ടെന്ന്. ശാന്തകുമാരി അമ്മയെ പോലെയുള്ള 249 കുടുംബങ്ങൾക്കാണ് കഴിഞ്ഞ ഫെബ്രുവരിയിൽ പട്ടയം സമ്മാനിച്ചത്. പട്ടയം ലഭിച്ച സമയത്ത് വലിയ സന്തോഷത്തിലായിരുന്നു ഈ ആദിവാസി കുടുംബങ്ങൾ. എന്നാൽ ആ സന്തോഷം ഇന്ന് കണ്ണീരായി മാറുകയാണ്. ഞങ്ങൾ എങ്ങോട്ട് പോകും? അല്ല, ഇതിപ്പോൾ അതല്ലെങ്കിൽ ഈ ഗവൺമെൻറ് ഞങ്ങളെ കൊല്ലുന്നല്ലേ നല്ലത്. പിന്നെ പേടിച്ചിട്ടാ ഞാൻ ഇവിടെ കിടക്കുകയല്ല, അതുകൊണ്ട് ഞാൻ ആ കൗണ്ടറിൽ പോയി ചെന്ന് കിടക്കുന്നത്. ഈ പ്രദേശം വനഭൂമിയാണെന്ന് വനംവകുപ്പ് പറയുന്നു. ഇവിടെ യാതൊരു നിർമ്മാണ പ്രവർത്തനങ്ങളും വേണ്ട, ഭൂമിയിലെ മരങ്ങൾ പോലും മുറിക്കരുതെന്നും അഞ്ചൽ റേഞ്ച് ഓഫീസർ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നു. 4 അസുഖത്തിന്റെ മരുന്ന് കഴിക്കുന്നതാണ്. അതുകൊണ്ട് എനിക്ക് വേണ്ടത് ഞാൻ താമസിക്കുന്ന 12 സെന്റ് ഭൂമിയുടെ പട്ടയമാണ് എനിക്ക് വേണ്ടത്. കഴിഞ്ഞ ഫെബ്രുവരിയിലാണ് ഇവിടുത്തെ 249 കുടുംബങ്ങൾക്ക് പട്ടയം നൽകിയത്. ഭൂമി പോക്കുവരവ് ചെയ്ത് കരവും അടച്ചു. ആ ഭൂമിയിൽ നിന്ന് ഇറങ്ങേണ്ട അവസ്ഥയിലാണ് ഇവർ. 15 കൊല്ലമായി ഞങ്ങൾ ഇതിനകത്ത് സമരം നടത്തുന്നു. ഞങ്ങൾക്ക് കഴിഞ്ഞ ഈ ഫെബ്രുവരി മാസം ഞങ്ങൾക്ക് ഇതിനകത്ത് പട്ടയം തന്നു, ഞങ്ങൾ കരമടച്ചു. എന്നാൽ ഞങ്ങൾക്ക് ഇതിൻ്റെ കൈവശ അവകാശ സർട്ടിഫിക്കറ്റിന് വേണ്ടി ഞങ്ങൾ താലൂക്കിലും വില്ലേജിലും കയറി ചെല്ലുന്ന സമയത്ത് ഇവർ പറയുന്നത് ഇതിനകത്ത് തർക്കം നടത്തുകയാണ്, ഇത് വനഭൂമിയാണ്. 1 നൂറ്റാണ്ടിന് മുമ്പ് സ്വകാര്യ വ്യക്തി പാട്ടത്തിനടുത്ത് കൃഷി ചെയ്ത ഭൂമിയായിരുന്നു ഇത്. പാട്ടകാലാവധി കഴിഞ്ഞതിനെ തുടർന്ന് സർക്കാർ ഭൂമി തിരിച്ചുപിടിച്ചു. ഈ ഭൂമിയിൽ 1.5 പതിറ്റാണ്ട് മുമ്പ് ഭൂരഹിതരായ കുറെ ആൾക്കാർ കയ്യേറി കുഴൽക്കെട്ടി സമരം ചെയ്തു. അവർക്ക് നൽകിയ ഭൂമിയാണ് ഇപ്പോൾ വിവാദത്തിലായിരിക്കുന്നത്. ഇതിനകത്ത് വ്യക്തമായൊരു തീരുമാനമില്ലെങ്കിൽ പ്രക്ഷോഭകരമായി മുന്നോട്ട് പോവുക, അതോടൊപ്പം കോടതിയിൽ ഇപ്പോൾ നിലനിൽക്കുന്ന കേസിൽ ഈ കാര്യം കൂടി കോടതിയുടെ ശ്രദ്ധയിൽപ്പെടുത്തുക എന്നുള്ളതാണ് ഞങ്ങൾ ഉദ്ദേശിക്കുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടു മുമ്പാണ് പട്ടയം വിതരണം ചെയ്തത്. വോട്ട് ലക്ഷ്യമിട്ടുള്ള തട്ടിപ്പായിരുന്നു ഇതെന്ന് ആരോപണമുണ്ട്. അതേസമയം സമരം അവസാനിപ്പിക്കാൻ താല്പര്യമില്ലാത്തവരാണ് ഈ പ്രശ്നങ്ങൾ കുത്തിപ്പൊക്കുന്നതെന്നും ഒരു വിഭാഗം വിമർശിക്കുന്നു. ഈ ഭൂസമരം ഒത്തീർപ്പാക്കിയ ഈ നേതാവ് അതിനകത്ത് ഒത്തീർപ്പാക്കിയിട്ടില്ല, ഒപ്പിട്ടിട്ടില്ല. ഈ നേതാവ് തന്നെയാണ് ഇപ്പൊ ഈ പണി മൊത്തവും ചെയ്യുന്നത്. രണ്ട് വകുപ്പുകൾ തമ്മിലുള്ള തർക്കത്തിന്റെ പേരിൽ ഈ പാവങ്ങൾക്ക് നൽകിയ പട്ടയം തിരിച്ചെടുക്കരുത്. അവരെങ്ങനെയെങ്കിലും ഈ ഭൂമിയിൽ ജീവിച്ചു പൊക്കോട്ടെ. ക്യാമറമാൻ ഷാനവാസ് പരിദിനൊപ്പം കണ്ണൻ നായർ, മാതൃഭൂമി ന്യൂസ്, കൊല്ലം. പാവപ്പെട്ടവർക്ക് വീണ്ടും 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 തലക്കടിയേൽക്കുന്ന തരത്തിലാണ് ചില നടപടികൾ ഉണ്ടാവുന്നത് എന്നതാണ്. ഇവരൊക്കെ വീണ്ടും അവരുടെ ജീവിതം കഷ്ടപ്പാടിലേക്ക് പോകുന്നതാണ് നമ്മൾ കാണുന്നത്. അതുകൊണ്ടാണ് മാതൃഭൂമി ന്യൂസ് ഇക്കാര്യങ്ങൾ പുറത്തേക്ക് കൊണ്ടുവരുന്നതും അധികൃതരെ ശ്രദ്ധയിൽപ്പെടുത്താനായി ശ്രമിക്കുന്നതും.